എൻ ഗാർഡനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന പെട്രൂണിയ ഞാൻ നേഴ്സറിയിൽ നിന്ന് മേടിച്ചിട്ട് എങ്ങനെ നടാം എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഞാൻ ഇതിൻ്റെ ഇടയിൽ ഞാൻ പറയണത്, എനിക്ക് വേണ്ടി എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ആ കാണുന്ന ബെൽ ബട്ടണിൽ അമർത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിപ്പോൾ കാണിക്കാം. ഇത് ഞാൻ ഒരു മാസം മുമ്പ് നേഴ്സറിയിൽ നിന്ന് ഇതുപോലെ മേടിച്ച പെട്രൂണിയ തൈയാണ് ഇത്. അപ്പം ഞാനത് നട്ട് കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ല, ഇപ്പം ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പം ഇത് ഒരു ചട്ടിയിലല്ല നട്ടേക്കണം, ഇതിൻ്റെ അകത്ത് നട്ടേക്കണം. അപ്പം ഇതും അങ്ങനെ നടാം എന്നുള്ള ഒരു ഇതിൽ ഇപ്പോൾ കുഴപ്പമില്ലാണ്ട് നിൽക്കണ കണ്ടപ്പോൾ ഇതൊന്നും അങ്ങ് നട്ടേക്കാം എന്നോർത്ത് നടണേന്ന്. നല്ല പൂവൊക്കെ ഇടുന്ന ചെടിയാണ് ഇതുണ്ട്. ഇതിൻ്റെ അകത്തും വന്നു കഴിഞ്ഞിട്ട് ഒരുപാട് പൂവൊക്കെ ഇട്ട് ഇപ്പം ഇത് വിരിയാറായി നിൽക്കണ ഒരു മുട്ടാണ്. അതെ, പുതിയ ഇലകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മളത് ശ്രദ്ധിക്കണം, നല്ലപോലെ ശ്രദ്ധിച്ച് വളർത്താൻ പറ്റിയ ഒരു ചെടിയാണ്. നട്ട് കഴിഞ്ഞാലും വെള്ളമൊന്നും അധികം പാടില്ല, വെയിലത്ത് വെക്കണം, അങ്ങനെയുള്ള ഒരു ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് ഞാൻ ഇപ്പം അതെനിക്ക് മനസ്സിലായാറ് ഞാൻ അന്ന് ഇതും ഒന്നങ്ങ് ചെയ്യാന്ന് വിചാരിച്ചാണ്. ഇപ്പം നല്ല പൂവൊക്കെ ഇടുന്ന ചെടിയാണ്. അപ്പം നമ്മളത് ശ്രദ്ധിച്ച് നോക്കണമെങ്കിൽ, ശ്രദ്ധിച്ച് നട്ട് കഴിഞ്ഞ് ശ്രദ്ധിച്ച് വളർത്തണമെങ്കിൽ അത് നന്നായി വരും. നല്ലപോലെ നോക്കണം. അപ്പം ഞാനിതൊരു സൈക്കിൾ കൊട്ടയിലാണ് നട്ടത്. അപ്പം ഇത് രണ്ടും കൂടി ഒന്ന് പറിച്ച് നടാന്ന് വിചാരിച്ചിരിക്കണേണ്. എന്നിട്ട് ഹാങ് ചെയ്തിടാന്ന് വിചാരിച്ച്. അപ്പം ഇതും നടാം. അപ്പം അതിൻ്റെ അകത്ത് ഹോളുള്ളൊരു ചട്ടിയായിരിക്കണം, ഹോളുള്ളൊരു ചട്ടിയായിരിക്കണം. വെള്ളം ഇതിൻ്റെ അകത്തുനിന്ന് നല്ലപോലെ വാർന്നു പോകണം, വെള്ളം ഒട്ടും കെട്ടിക്കിടക്കാൻ പാടില്ല. കണ്ട, ഹോളുള്ള ചട്ടിയായിരിക്കണം. ഈ വെള്ളം ഒരുപാട് കുതിർന്ന് ഒരുപാട് ഒഴിക്കരുത് വെള്ളം. ഇപ്പൊ കാലത്തെ ഇച്ചിരി വെള്ളം ഒഴിച്ചാൽ അത് വൈകുന്നേരം ആകുമ്പോൾ ഉണങ്ങി നിൽക്കണം. രാത്രിയിൽ വെള്ളം ഒരുപാടായി വേര് ചീഞ്ഞു പോകും. അപ്പൊ അതുകൊണ്ട് ഹോളുള്ള ചട്ടി എടുക്കണം. അതിൻ്റെ അകത്ത് ആദ്യം കുറച്ച് കല്ലിട്ടിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് പോട്ടിംഗ് മിശ്രിതം, മണ്ണ്, നല്ലൊരു ഇളക്കമുള്ള മണ്ണായിരിക്കണം. അതിൻ്റെ അകത്ത് മണ്ണും ഇച്ചിരി ചാണകപ്പൊടിയും കൂടി കൂട്ടി അത് രണ്ടും കൂടി മിക്സ് ചെയ്ത് രണ്ടും കൂടി നല്ലപോലെ മിക്സ് ചെയ്യണം. നമ്മളിപ്പോൾ ഇത് ശ്രദ്ധിച്ച് നടത്തിയ നല്ലൊരു ചെടിയാണ്. അത് നിറച്ചും പൂവൊക്കെ ഇടും. അപ്പം അത് ഒന്ന് നല്ലപോലെ ശ്രദ്ധിക്കണതിന്. ഈ മിശ്രിതം നല്ലപോലെ ഇളക്കി അതിൻ്റെ അകത്തെ കല്ലുകളൊക്കെ എടുത്ത് മാറ്റി നന്നായിട്ട് എടുക്കുക. കുറച്ച് മണ്ണിടുക അതിൻ്റെ അകത്ത്, കുറച്ച് മണ്ണ് അതിൻ്റെ അകത്ത് ഇട്ടിട്ട് കല്ലിൻ്റെ പുറത്തിടുക. ഒരു കാൽഭാഗത്തോളം ഇട്ടാൽ മതി. അതിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് സാധാരണ ഒരു കവറിലാണ് കിട്ടണത്. അപ്പം നമുക്കിന്നിപ്പോൾ ഒരു ചട്ടിയിലാണ് കിട്ടിയേക്കണത്. അപ്പം ആ ചട്ടി നമ്മൾ കളയാതെ എടുത്ത് അത് പതുക്കെ ഒന്ന് ഉടച്ച് മണ്ണ് ഒന്ന് ഉടച്ചെടുത്ത്, ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് മണ്ണ് നല്ല കട്ടി പിടിച്ച മണ്ണായിരിക്കും, കൽപ്പൊടി പോലെ. ചിലത് നല്ല ഇളക്കമുള്ള മണ്ണായിരിക്കും, ചിലത് നല്ല കട്ടിയിലിരിക്കും. അത് നമ്മൾ ഉടച്ച് എടുത്ത് അത് കളഞ്ഞില്ലെങ്കിൽ ആ വേര് ഓടൂല. അപ്പൊ ഇതിപ്പോ കുഴപ്പമില്ലാത്ത മണ്ണായിട്ട് തോന്നുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ഞാനിപ്പോ മണ്ണിട്ട കാരണം ഇതിന്റെ ആ അടിയിലെ മണ്ണ് കുറച്ചങ്ങ് കളഞ്ഞിട്ട് ആ മുകളിലുള്ള മണ്ണോട് കൂടി നമുക്ക് അങ്ങോട്ട് വെച്ചു കൊടുക്കാം. ഇത് ബാക്കി സ്ഥലത്ത് നമ്മൾ കൂട്ടി വെച്ചേക്കണ ആ മിശ്രിതം ഇട്ട് കൊടുക്കുക, മണ്ണിട്ട് കൊടുക്കുക. ഇതും അതുപോലെ ഞാൻ നട്ട് ആ കൊട്ടയിലാ പിടിപ്പിച്ചത്. അപ്പൊ ഇനി അതൊന്ന് മാറ്റി വെച്ച് ഇതിന്റെ കൂടെ ഒന്ന് പറിച്ച് നടാന്ന് വിചാരിക്കണം. എന്നിട്ട് രണ്ടും കൂടി ഹാങ് ചെയ്ത് ഇടാന്ന് വിചാരിച്ച്.
എന്നിട്ട് നമ്മൾ മണ്ണ് നിറച്ചും ഇട്ട് ആ ചെടിയൊന്ന് ഉറപ്പിച്ച് എവിടെയെങ്കിലും തണലത്ത് വെച്ച് അത് പിടിപ്പിക്കുക. പിടിച്ചെടുത്ത് ഒരു 2-3 ദിവസം അത് തണലത്ത് വെച്ച് പിടിപ്പിക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിച്ചൊഴിക്കുക. വെള്ളം അതിൻ്റെ ചോട്ടിൽ അധികം ആ വേരയിൽ അധികം കൊള്ളാണ്ട് ചുറ്റുപാടും ഒഴിച്ച് അത് നമ്മളിനി അത് തണലത്ത് വെച്ച് 2 ദിവസത്തേക്ക് വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പം ഇങ്ങനെ അത് തണലത്ത് വെക്കണം. തണലത്ത് വെച്ച് അത് പിടിപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ നടാന്ന് വിചാരിച്ചാണ് എടുത്തത്. അപ്പം എനിക്കിപ്പോൾ അതൊരു പേടി. ഇനിയിപ്പോൾ അത് നട്ടാൽ മറ്റേതൊന്ന് ശരിയായിട്ട് ഇത് നടാന്ന് വിചാരിച്ച്. നല്ലപോലെ പൂവൊക്കെ ഇട്ടതിപ്പോൾ. അതൊന്ന് ശരിയായിട്ട് ഇനി ഇത് നടാന്ന് വിചാരിച്ച് ഞാൻ. എനിക്കൊരു പേടി. അപ്പോൾ അത് നടാനായിട്ട്. അപ്പം ഇതിപ്പോൾ നന്നായിട്ടൊക്കെ വരട്ടെ. വന്നിട്ട് ഇത് വേറെ ചട്ടിയിലോട്ട് മാറ്റി നടാന്ന് വിചാരിച്ച്. ഇപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് ഇപ്പം രണ്ടും 2 കളറുള്ള പൂക്കളാണ്. ഇത് വേറെ കളറ്. അപ്പം ആ പൂ വരുമ്പോൾ നമ്മൾ അതിൻ്റെ ആ പൂ അങ്ങ് വാടിക്കഴിയുമ്പോൾ ആ പൂ അങ്ങ് കിള്ളിക്കൊടുക്കണം. അപ്പം അതിൻ്റെ ചേനപ്പ് വേറെ പൊട്ടി വേറെ മുട്ടുകൾ വരുള്ളൂ. അല്ലെങ്കിൽ ഇതങ്ങനെ അധികം ഇതായിട്ട് വരില്ല. അപ്പം ഇതിനി നന്നായിട്ട് വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ഇടുന്നതാണ്. ചെടി നല്ലപോലെ ശ്രദ്ധിച്ചാൽ നല്ലപോലെ നല്ലപോലെ ഇതായി വരണ ചെടിയാണ്. നശിച്ചു പോകാതെ നോക്കുക. അപ്പം അതുകൊണ്ട് എൻ്റെ വീഡിയോ എല്ലാവരും കാണുക. എനിക്ക് വേണ്ടി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ കാണുന്ന ബെൽ ബട്ടണിൽ നിന്ന് അമർത്തുക. ഓക്കെ.